ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി കടൽപ്പാലം പരിസരങ്ങളിലെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ലഹരി മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമാകുന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർ ലഹരി തേടി ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുകയാണ്. പൈതൃക ടൂറിസം നഗരിയായ തലശ്ശേരിയുടെ ഹൃദയഭാഗമായ കടൽപ്പാലം പരിസരത്ത് ദിനവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. മേഖലയിലെ ഒഴിഞ്ഞതും തകർന്നു വീഴാറായതുമായ കെട്ടിടങ്ങൾ ഇന്ന് ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മയക്കുമരുന്ന് വിപണനം വ്യാപകമായിട്ടും പോലീസോ എക്സൈസ് വിഭാഗമോ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരുപറ്റം യുവാക്കൾ ഇവിടെ തമ്പടിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മയക്കുമരുന്ന് സംഘത്തിന്റെ അക്രമത്തിൽ വയോധികന് പരിക്കേറ്റ സംഭവമുണ്ടായിരുന്നു. കടലോരത്തെ ചില ലോഡ്ജുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരിൽ ചിലരും മയക്കുമരുന്നിന് അടിമകളാണ്. കടൽപ്പാലം പരിസരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റും നിരീക്ഷണ ക്യാമറയും സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം നോക്കുകുത്തിയായി. എയ്ഡ് പോസ്റ്റ് പലപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് പലപ്പോഴും ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നാണ്. ഇവരെ പിടികൂടുകയും കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഏവരുടെയും ആവശ്യം. പുറത്തുള്ളവരാണ് ഇവിടെ ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരിൽ ഏറെയും. പ്രദേശവാസിയായ മഹ്റൂഫ് പറഞ്ഞു. ശക്തമായ നടപടി വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കടൽപ്പാലത്തോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആൾക്കാർ, കാരണം അവിടെ ഒരുപാട് ഒഴിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതിൽ കുറേ ആൾക്കാർ പിന്നെ നമ്മൾ ഈ പ്രദേശത്ത് താമസിക്കാത്ത ആളുകളാണ്, പുറത്തുനിന്നാണ് താമസിക്കുന്നത്. പിന്നെ നേരത്തെ താമസിച്ച് വീടൊക്കെ വിറ്റുപോയ ആൾക്കാർ, പക്ഷെ അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരിലാണ് ഉള്ളത്. പക്ഷെ ഇതിനെതിരെ നമ്മളെ കൗൺസിലർ, മട്ടാമ്പറം കൗൺസിലർ ഫൈസൽ പുന്നത്തിൽ വളരെ ആക്റ്റീവായിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൻ്റെ നല്ല പ്രവർത്തനമാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയത്തിലും വളരെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി നമ്മൾ പിന്നെ ഇത്ര ആളുകളെ ഒന്ന് മാറ്റാൻ ഉത്തരവാദപ്പെട്ട ആളുകളൊന്നും കൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ക്ലിയർ ആവും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.